കണ്ണൂരിലെ എതിർ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇന്നലെ 12 സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നു BJPയുടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി സർപ്രൈസ് ആയിട്ട് വന്നത് അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിൽ. പക്ഷെ ഇപ്പോഴും കണ്ണൂരിൽ C രഘുനാഥ് വന്നു, പഴയ DCC സെക്രട്ടറിയാണ്. കോഴിക്കോട് വന്നേക്കുന്നത് സലാമാണ്, അദ്ദേഹം ലീഗിന്റെ പ്രതിനിധിയായി വൈസ് ചാൻസലറായതാണ്. 12 പട്ടിക കേരളത്തിൽ പ്രഖ്യാപിച്ചത് 3 പേര് UDF കുടുംബത്തിൽ നിന്നാണ്. എന്താ അഭിപ്രായം? അല്ല, അനുദിനം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ മൂല്യങ്ങൾ, ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കാലത്തുണ്ടായ രാഷ്ട്രീയ മൂല്യങ്ങളുണ്ടല്ലോ, അത് മതനിരപേക്ഷത സംരക്ഷിക്കുക, മതസൗഹാർദ്ദം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുക എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൽ ചില എത്തിക്സ് ഉണ്ട്. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ വഞ്ചിക്കാൻ പാടില്ല. ഇപ്പൊ കോൺഗ്രസിൽ നടക്കുന്നത് ഒരു കൂറുമാറ്റമാണ്. ഈ മാസം തന്നെ 36 കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് BJP പോയി. അതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ശ്രീ AK ആന്റണി അറിയപ്പെട്ടത് രണ്ടാമനായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ മകൻ തന്നെ BJPയിലേക്ക് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നിർവഹിക്കേണ്ട മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേരുന്നതിന് കാരണം ഈ ഒഴുക്കാണ്. ഈ ഒഴുക്കെന്ന് പറയുന്നത് നിലവിലുള്ള MLAമാരും MP മാരും കോൺഗ്രസ് നേതാക്കന്മാരുമാണ് പോകുന്നത്. ജാർഖണ്ഡിൽ ഏക കോൺഗ്രസ് MP മുൻ മുഖ്യമന്ത്രി മധുകോടിയുടെ ഭാര്യ മറുകണ്ഠം ചാടിയത്. അപ്പൊ ഇത് കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാടിന് ഫലമായി ഉണ്ടാവുന്നതാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നതുകൊണ്ടാണ് ആ നിലപാട് കോൺഗ്രസിനെ തീവ്ര ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറ്റിയത്. അതോടൊപ്പം ഇതാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്ന നിലപാട് BJPയോടൊപ്പം കോൺഗ്രസ് സ്വീകരിക്കുമെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾക്ക് കോൺഗ്രസ് പോയിക്കൂടെ എന്ന് കമൽനാഥ് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? ഇത് കണ്ണൂരിൽ പ്രതിഫലിക്കും. ഈ കൂട്ടക്കൂറ് സാധ്യത കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് K സുധാകരൻ എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, കാര്യം എനിക്ക് വേണമെന്ന് തോന്നിയാൽ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ BJPയിൽ പോകാൻ വേണ്ടിയല്ല പറഞ്ഞിരുന്നത്, അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോകണം എന്നുള്ളത്. പിന്നീട് K സുധാകരനെ വീണ്ടും തെരഞ്ഞെടുത്തു കണ്ണൂര്. K സുധാകരൻ ഇപ്പോഴും കണ്ണൂരിൽ കരുത്തുറ്റ നേതാവ് തന്നെയാണ്. അദ്ദേഹമാണ് മത്സരിക്കുന്നതെങ്കിൽ മത്സരം ശക്തമാകും. മത്സര രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ളതാണ്. തീർച്ചയായും ആ രാഷ്ട്രീയ നയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്ഥാനമുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടന സംരക്ഷിക്കുന്നവർ ഒരു പക്ഷത്തും ഭരണഘടനയെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ മറുപക്ഷത്തുമാണ്. ആ പക്ഷത്ത് കോൺഗ്രസിനെ നമുക്ക് കൂട്ടാളിയായി കാണാൻ കഴിയും BJPയുടെ. അതാണ് താങ്കൾ സൂചിപ്പിച്ച K സുധാകരന്റെ പ്രതികരണം. അത് ഒറ്റപ്പെട്ട ഒരു പ്രതികരണമല്ല. അത് മാത്രമാണെങ്കിൽ പറയാം, ഏത് രാഷ്ട്രീയത്തിൽ ചേരണമെന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്, ഏത് മതത്തിൽ ചേരണമെന്ന് ഭരണഘടന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറയാം. പക്ഷെ അദ്ദേഹം RSSന്റെ ക്യാമ്പ് നടത്താൻ സഹായിച്ചു എന്ന് പറഞ്ഞു, ശാഖയ്ക്ക് കാവൽ നിന്നു. അദ്ദേഹം ഏറ്റവും ഗൌരവമായ ഒരു വിലയിരുത്തൽ നടത്തിയത് ചരിത്ര നിഷേധം എന്ന നിലയിൽ നമുക്ക് പറയാവുന്നത് ജവഹർലാൽ നെഹ്റു RSSുമായി സന്ധി ചെയ്തു എന്നുള്ളതാണ്. ഈ നിലപാടിനോട് കണ്ണൂരിൽ ഒരുപാട് ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, നെഹ്റുവിന്റെ ചിന്തകളോടൊപ്പം ഇന്നും ഉറച്ചു നിൽക്കുന്ന ആ കോൺഗ്രസ് തലമുറയിൽപ്പെട്ടവർ എതിർപ്പുണ്ട്. ആ എതിർപ്പ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വികാരമായിട്ട് മാറും. അതായത് അത് തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായും രണ്ടാമതൊരു പ്രധാനപ്പെട്ട നിരപേക്ഷ പക്ഷത്തുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയമാണ് അതിലൂടെ ഞങ്ങൾ കാണുന്നത്. ശരി, അപ്പോൾ അത് വളരെ ക്ലിയർ ആണ്. K സുധാകരൻ ഒരുപക്ഷെ പാർലമെന്റിലേക്ക് പോയാൽ അടുത്ത തവണ തിരിച്ച് കണ്ണൂരിലേക്ക് വരുന്നത് കോൺഗ്രസുകാരനായിട്ടായിരിക്കുമോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കും. അതെ, BJPയിലേക്കുള്ള ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് BJPക്ക് ഗുണം ചെയ്യുന്നതും, കോൺഗ്രസിന്റെ ഒരാൾ ജയിച്ചാൽ അയാൾ നാളെ BJPയിലേക്ക് എത്തുന്നതുമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. അത് ഒഴിവാക്കണമെന്ന്